നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സാണ്. അപ്പോൾ നമുക്ക് രണ്ട് പാരാമീറ്റേഴ്സിനെ എങ്ങനെ നമുക്ക് കമ്പൈൻ ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് അതിൻ്റെ റിലേഷൻ എങ്ങനെ കണ്ടുപിടിക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് എക്സ്പ്രഷൻ ഓഫ് എക്സ്പ്രഷൻ ഓഫ് y പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് z പാരാമീറ്റേഴ്സ്, അതാണ് നമ്മൾ നോക്കുന്നത്. റൈറ്റ്, എക്സ്പ്രഷൻ ഓഫ് y പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് z പാരാമീറ്റേഴ്സ് രണ്ടും നോക്കുന്നുണ്ട്. ഫസ്റ്റ് നമുക്ക് y ഇൻ ടേംസ് ഓഫ് z അത് നമുക്ക് നോക്കാം. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഓപ്പൺ സർക്യൂട്ട് ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ് നോക്കുകയാണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു തന്നെയാണ് ഇസഡിൻ്റെ V1 ഈക്വൽ ടു Z11 I1 പ്ലസ് Z12 I2, ദെൻ V2 ഈക്വൽ ടു Z21 I1 പ്ലസ് Z22 I2. ഓക്കെ, അതിൻ്റെ മെട്രിക്സ് വരുമ്പോൾ Z11 Z12 Z21 Z22 ഇൻറ്റു I1 I2 ഈക്വൽ ടു V1 ബൈ V2, V1 ബൈ V1 ആൻഡ് V2. ഓക്കെ, ദെൻ ഇതിൽ നിന്ന് I1 നമുക്ക് എങ്ങനെ എഴുതാം? മെട്രിക്സ് ഫോമിൽ സോൾവ് ചെയ്യുമ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് V1 V2 ആൻഡ് Z11 Z22 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z. അതുപോലെ I2 എന്ന് പറയുന്നത് Z11 Z21 V1 V2 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z. ഓക്കെ, അപ്പോൾ ഡിറ്റർമിനൻറ്റ് ഓഫ് Z എന്ന് പറയുന്നത് Z11 Z12 Z21 Z22. അപ്പോൾ നമുക്ക് മെട്രിക്സ് ഫോമിൽ എല്ലാ ഡിറ്റർമിനൻറ്റും കിട്ടി. ഇനി നമുക്ക് ഇതിൻ്റെ വാല്യൂ കണ്ടുപിടിക്കണം. സോ I1 ഈക്വൽ ടു Z22 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z ഇൻറ്റു V1 മൈനസ് Z12 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z ഇൻറ്റു V2, ഇക്വേഷൻ 1. ആ ഒന്നുമില്ല, മുകളിലെ മെട്രിക്സ് നമ്മൾ ഡിവൈഡ് ചെയ്ത് എഴുതിയതാണ്. ദെൻ ഇക്വേഷൻ നമ്പർ 2 അതുപോലെ തന്നെയാണ്, മൈനസ് Z21 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z ഇൻറ്റു V1 പ്ലസ് Z11 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z ഇൻറ്റു V2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇക്വേഷൻ 1 and 2 കിട്ടി. ഇനി നമുക്ക് ഷോർട്ട് സർക്യൂട്ട് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് നമുക്ക് എഴുതാം. I1 ഈക്വൽ ടു Y11 ഇൻറ്റു V1 പ്ലസ് Y12 ഇൻറ്റു V2. നെക്സ്റ്റ് I2 ഈക്വൽ ടു Y21 ഇൻറ്റു V1 പ്ലസ് Y22 ഇൻറ്റു V2. ഓക്കെ, അപ്പോൾ നമുക്ക് ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ് 4 കിട്ടി, അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് 4 കിട്ടി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇതിൽ നിന്ന് നമുക്ക് ഇനി കമ്പയർ ചെയ്യാം. കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും? Y11 നമുക്ക് ഇക്വേഷൻ 1 and 2 ഇക്വേഷൻ 3 and 4 ഇത് രണ്ടുമാണ് കമ്പയർ ചെയ്യുന്നത്. സോ നമുക്ക് കിട്ടുന്നത് Y11 ഈക്വൽ ടു നമ്മളത് ഇക്വേഷൻ 3 ആൻഡ് ഇക്വേഷൻ 1 അത് രണ്ടും കമ്പയർ ചെയ്യണം. അത് രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ Y11 ഈക്വൽ ടു Z22 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z എന്ന് കിട്ടി. നെക്സ്റ്റ് Y12, അപ്പോൾ ഇക്വേഷൻ 3യും ഇക്വേഷൻ 1 തന്നെയാണ് നമ്മൾ കമ്പയർ ചെയ്യാനുള്ള. Y12 ഈക്വൽ ടു മൈനസ് Z12 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z എന്ന് കിട്ടി. ഇനി ഇക്വേഷൻ നമ്പർ 4 ആൻഡ് ഇക്വേഷൻ നമ്പർ 2 ഇത് രണ്ട് കമ്പയർ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് കിട്ടുന്നത് Y21 ഈക്വൽ ടു മൈനസ് Z21 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z. നെക്സ്റ്റ് ലാസ്റ്റ് വൺ Y22നെ കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് Y22 ഈക്വൽ ടു Z11 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z. അപ്പോൾ നമുക്ക് Y ഇൻ ടേംസ് ഓഫ് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ് കിട്ടി. അപ്പോൾ നമുക്ക് Z പാരാമീറ്റേഴ്സ് ഉണ്ടെങ്കിൽ നമുക്ക് Y പാരാമീറ്റേഴ്സ് കണ്ടുപിടിക്കാം. ഓക്കെ, ഈ ഒരു ഇക്വേഷനിൽ നിന്ന് നമുക്ക് അങ്ങനെ കണ്ടുപിടിക്കാം. Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് Y പാരാമീറ്റേഴ്സ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നോക്കിയത് Y പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് Z ആണ്. നെക്സ്റ്റ് Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് Y പാരാമീറ്റേഴ്സ്. അപ്പോൾ നമുക്ക് നമുക്ക് അഡ്മിറ്റൻസ് പാരാമീറ്റേഴ്സ് നമ്മൾ ഓൾറെഡി 3 and 4 കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് V1 and V2 നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? സോ V1 ഈക്വൽ ടു ഡിറ്റർമിനൻറ്റ് ഓഫ് I1 I2 Y12 and Y22 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Y. അതുപോലെ Y2 നമുക്ക് എങ്ങനെ എഴുതാം? ഡിറ്റർമിനൻറ്റ് ഓഫ് Y11 Y21 ആൻഡ് I1 I2 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Y. ഡിറ്റർമിനൻറ്റ് ഓഫ് Y എന്ന് പറയുന്നത് അഡ്മിറ്റൻസ് മെട്രിക്സ് Y11 Y12 Y21 ആൻഡ് Y2 അതിൻ്റെ ഡിറ്റർമിനൻ്റ് ആണ്. റൈറ്റ്, ഓക്കെ. ഇനി നമുക്ക് ഇതിനെ ഡിവൈഡ് ചെയ്ത് എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? V1 ഈക്വൽ ടു Y22 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Y ഇൻറ്റു I1 മൈനസ് Y12 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Y ഇൻറ്റു I2. അപ്പോൾ V1 ഈക്വൽ ടു Y22 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Y ഇൻറ്റു I1 മൈനസ് Y12 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Y ഇൻറ്റു I2. ഓക്കെ, അത്
ഇക്വേഷൻ നമ്പർ 3. ഓക്കെ, നമ്മൾ ഓൾറെഡി ഒരു ഇക്വേഷൻ നമ്പർ 3 and 4 നമ്മൾ മെൻഷൻ ചെയ്താണ്. സോ നമ്മൾ ഇക്വേഷൻ നമ്പർ 5. ഓക്കെ, ദിസ് ഇസ് ഇക്വേഷൻ നമ്പർ 5. നെക്സ്റ്റ് V2 ഈക്വൽ ടു മൈനസ് y21 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് y ഇൻറ്റു I1 പ്ലസ് y11 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് y ഇൻറ്റു I2. സോ നമുക്ക് ഇക്വേഷൻ 5 and 6 കിട്ടി. നമുക്ക് ഓൺ കമ്പയറിങ്, അപ്പോൾ ഈ 5 and 6 പിന്നെ നമ്മൾ കമ്പയർ ചെയ്യേണ്ടത് ഫസ്റ്റ് നമ്മൾ ഇമ്പിഡൻസ് പാരാമീറ്റേഴ്സ് V1 and V2 ആ രണ്ട് ഇക്വേഷനുമായിട്ടാണ് കമ്പയർ ചെയ്യേണ്ടത്. സോ ഓൺ കമ്പയറിങ് നമുക്ക് എന്ത് കിട്ടും? Z11 ഈക്വൽ ടു y22 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് y. ഓക്കെ, നെക്സ്റ്റ് Z12 ഈക്വൽ ടു മൈനസ് y12 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് y. നെക്സ്റ്റ് Z21 ഈക്വൽ ടു മൈനസ് y21 ഡിവൈഡഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് y. ആൻഡ് ലാസ്റ്റ് Z22 ഈക്വൽ ടു y11 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് y. അപ്പോൾ നമുക്ക് Z പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് y പാരാമീറ്റേഴ്സും കിട്ടി, y പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് Z പാരാമീറ്റേഴ്സും കിട്ടി. അപ്പോൾ ഇതിൻ്റെ ഏത് വാല്യൂ ഉണ്ടെങ്കിലും നമുക്ക് വൈസ് വേഴ്സ നമുക്ക് അതിൻ്റെ ഈ ഫോമിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഇൻ്റർ റിലേഷൻഷിപ്പ് ഓഫ് ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സ്. അപ്പോൾ നമുക്കിപ്പോൾ നോക്കിയത് Z and Y ആണ്. അപ്പോൾ ഇനി നിങ്ങൾ ഒരു ഹോംവർക്കായിട്ട് നോക്കേണ്ടത് എക്സ്പ്രഷൻ ഓഫ് ABCD പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് Z പാരാമീറ്റർ ആൻഡ് Y പാരാമീറ്റർ. അപ്പോൾ ഇത് ടെക്സ്റ്റിൽ റെഫർ ചെയ്യുക, നോക്കുക, എനിക്ക് സോൾവ് ചെയ്തിട്ട് നിങ്ങളതെനിക്ക് പോസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇതൊരു ഹോംവർക്ക് ട്രൈ ചെയ്ത് നോക്കുക. ഇതുപോലെ സിമ്പിൾ തന്നെയാണ്, ജസ്റ്റ് നമ്മൾ ആ ഇക്വേഷൻ എടുക്കുക, മോഡിഫൈ ചെയ്യുക, ഏതിൻ്റെ ടേംസിലാണോ അതിലാക്കുക. അപ്പോൾ നമ്മൾ ഇപ്പോൾ ചെയ്ത ഇൻ്റർ റിലേഷൻ അത് വെച്ച് നമ്മളൊരു പ്രോബ്ലം സോൾവ് ചെയ്യുകയാണ്. ക്വസ്റ്റ്യൻ നമ്പർ 1, Z11 ഈക്വൽ ടു 3 ohm. നെക്സ്റ്റ് Z12 ഈക്വൽ ടു 1 ohm. Z21 ഈക്വൽ ടു 2 ohm ആൻഡ് Z22 ഈക്വൽ ടു 1 ohm. ഫൈൻ അഡ്മിറ്റൻസ് മെട്രിക്സ്. അപ്പോൾ അഡ്മിറ്റൻസ് മെട്രിക്സ് എന്ന് പറയുമ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ട Y മെട്രിക്സ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. സോ Y11, Y22, Y21 ആൻഡ് Y22 ഇതാണ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ വാല്യൂസ് അറിയാം. Y11 ഈക്വൽ ടു Z22 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z. ദെൻ Y12 ഈക്വൽ ടു മൈനസ് Z12 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z. ദെൻ Y21 ഈക്വൽ ടു മൈനസ് Z21 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z. ലാസ്റ്റ് Y22 ഈക്വൽ ടു Z11 ഡിവൈഡ് ബൈ ഡിറ്റർമിനൻറ്റ് ഓഫ് Z. അപ്പോൾ ഫസ്റ്റ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ഡിറ്റർമിനൻറ്റ് ഓഫ് Z ആണ്. ഡിറ്റർമിനൻറ്റ് ഓഫ് Zൻ്റെ മെട്രിക്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ Z11, Z12, Z21, Z22 അതിൻ്റെ ഡിറ്റർമിനൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 3, 1, 2 and 1 അതാണ് 4 എലമെൻറ്റ്സ്. അതിൻ്റെ ഡിറ്റർമിനൻറ്റ് എടുക്കുമ്പോൾ 3 into 1 മൈനസ് 2 into 1. സോ 3 minus 2 ഈക്വൽ ടു 1. അപ്പോൾ നമുക്ക് ഡിറ്റർമിനൻറ്റ് ഓഫ് Z 1 എന്ന് കിട്ടി. ഇനി നമ്മൾ നോക്കുമ്പോൾ ഡിറ്റർമിനൻറ്റ് Z 1 ആയതുകൊണ്ട് ജസ്റ്റ് നമ്മൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മാത്രം മതി. Y11 ഈക്വൽ ടു Z22 ഡിവൈഡ് ബൈ 1. Z22 എന്ന് പറയുന്നത് 1 ആണ്. സോ 1 by 1 1. Z12 ഈക്വൽ ടു മൈനസ് Z12 ഡിവൈഡ് ബൈ 1. അപ്പോൾ Z12 എന്ന് പറയുന്നത് 1 ആണ്. സോ മൈനസ് 1 by 1 ഈക്വൽ ടു മൈനസ് 1. ഇനി Y21 ഈക്വൽ ടു മൈനസ് Z21 ഡിവൈഡ് ബൈ 1. അപ്പോൾ മൈനസ് Z21 എന്ന് പറയുന്നത് മൈനസ് 2 കിട്ടി. മൈനസ് 2 by 1 മൈനസ് 2. ദെൻ Z22 എന്ന് പറയുന്നത് Z11 ഡിവൈഡ് ബൈ 1 ആണ്. Z11 3 ആണ്. സോ 3 by 1 ഈക്വൽ ടു 3. സോ നമുക്ക് Y മെട്രിക്സ് അല്ലെങ്കിൽ അഡ്മിറ്റൻസ് മെട്രിക്സ് നമുക്ക് എന്ത് കിട്ടി? 1, -1 ആൻഡ് -2, 3 എന്ന് കിട്ടി. ഓക്കെ, അപ്പോൾ ഇതിലെല്ലാ പാരാമീറ്റേഴ്സും നിങ്ങൾ ഒരിക്കൽ കൂടി സോൾവ് ചെയ്ത് നോക്കുക, പ്രോബ്ലംസ് ട്രൈ ചെയ്യുക. പിന്നെ റിലേഷൻഷിപ്പിൽ ABCD പാരാമീറ്റേഴ്സ് ഇൻ ടേംസ് ഓഫ് Z and Y അത് ട്രൈ ചെയ്യുക. ട്രൈ ചെയ്തിട്ട് എനിക്ക് അത് അയച്ചു തരിക. എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. ഓക്കെ, സീ യു നെക്സ്റ്റ് ക്ലാസ്. താങ്ക് യു.